ഹായ് നമസ്കാരം. റദ്ദാക്കിയിരിക്കുന്ന എക്സാമും ജൂൺ 21-ന് എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് ഡെസ്പായി നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഡെസ്പായി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, നിങ്ങൾ ഡെസ്പായി നിന്ന് കഴിഞ്ഞാൽ ആ ഡെസ്പായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പോസിറ്റീവായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് ഉള്ള പ്രിപ്പറേഷനും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ എക്സാമും എനിക്ക് അധിക സമയം എനിക്ക് എഴുതാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കുള്ള വമ്പൻ അവസരമാണ് ഈ പറയുന്ന ഈ ഒരു മാസം ഗ്യാപ്പിൽ നിങ്ങൾക്ക് പഠിച്ച് ടൈം ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഈ അവസരത്തെ നിങ്ങൾ അവസരമായിട്ട് തന്നെ കണക്കാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാലും, ഓൾറെഡി ഇപ്പം എക്സാം എഴുതി കുറച്ച് മാർക്ക് കുറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. നിലവിലും BDS-ഉം അല്ലെങ്കിൽ BHMS-ഓ വെറ്റിനറിയോ അങ്ങനെയുള്ള രീതിയിലേക്ക് റാങ്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നും കൂടി അവർക്ക് MBBS റാങ്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഈ ഒരു മാസം പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാറ്റഗറി, നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് സീറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ കൺഫേം ആയി നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. നല്ല രീതിയിൽ എക്സാം എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയും. ഇതിനേക്കാളും ടോപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കീ ഒരു എക്സാം ആയിട്ട് ഇതേ കാണും. ഇന്ന കോളേജിനെക്കാട്ടും മികച്ച കോളേജിലേക്കുള്ള അഡ്മിഷൻ കിട്ടാനുള്ള ഒരു അവസരമാണ് എൻ്റെ മുന്നിൽ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എക്സാമിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റീവായിട്ട് നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിക്കും വേണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായിട്ട് ഇതിനെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായി ഈ അവസരത്തെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള ചിന്ത നിങ്ങൾക്ക് വരിക. മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനകത്ത് മാക്സിമം നിങ്ങൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്യാൻ വേണ്ടി നിൽക്കാം. ഈ ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ NDA കുറ്റം പറയാനോ ഒക്കെ അങ്ങനെയുള്ള രീതിയിലേക്ക് പോവാനോ, അല്ലെങ്കിൽ എന്താ പറയാ, ഡെസ്പാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാതിരിക്കുക. ഓക്കെ, കിട്ടുന്നത് ഒരു അവസരമായിട്ട് തന്നെ ഇതിൽ കാണുക. ആ രീതിയിലേക്ക് ഈ സമയം നിങ്ങൾ വിനിയോഗിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ എഴുതിയതിനേക്കാളും മികച്ച രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കും. മികച്ച രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ എക്സാം കഴിഞ്ഞാൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. All the best. Okay, bye. See you.